അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ദിൽഷാദ് തട്ടിത്തെറിപ്പിച്ച ചായയുടെ ചൂട് നിലത്തേക്ക് ചിതറിയെങ്കിലും അതിനേക്കാൾ ചൂടോടെ കത്തിയത് നൂറയുടെ മനസ്സായിരുന്നു. ഉമ്മയാണ് പറഞ്ഞത്, ഞാൻ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല എന്നവൾ പറയാൻ ശ്രമിച്ച നിമിഷം തന്നെ ദിൽഷാദ് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഉമ്മയുടെ ക്ഷമയും അന്ന് തീർന്നു. ദിൽഷാദേ, അവളെ ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്, ഓളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദിൽഷാദ് പല്ല് കടിച്ചു. തെറ്റില്ലേ? ഈ വീട്ടിൽ എൻ്റെ ഭാര്യ എന്ന പേരിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാവരും ചേർന്ന് എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് അവളെ. കല്യാണ ദിവസം ബോധം കെട്ടി വീണ പെണ്ണ്. നാട്ടുകാർ മുഴുവൻ എന്നെ കളിയാക്കി. എനിക്ക് അങ്ങനെ ഒരു ജീവിതമേ വേണ്ട. അവൾ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ആ വാക്കുകൾ നൂറയുടെ നെഞ്ചിൽ കല്ല് പോലെ പതിച്ചു. ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ ഭാര്യയാണ് അവള്. ഈ വീട്ടിൽ അവൾക്ക് അവകാശമുണ്ട്. അവകാശം? ദിൽഷാദ് പരിഹാസത്തോടെ ചിരിച്ചു. അവകാശക്കാരി. എൻ്റെ മനസ്സിലില്ലാത്ത ഒരാൾക്ക് ഒരു അവകാശവുമില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. നൂറ തല കുനിച്ചു നിന്നു, കണ്ണീരൊഴുക്കി. പക്ഷേ ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. അന്ന് വൈകുന്നേരം മുഴുവൻ അവൾ മിണ്ടാതെയായിരുന്നു. പണിക്കാർ ഓരോരുത്തരായി വീട്ടിൽ നിന്ന് മടങ്ങി. ഉമ്മ പലതവണ ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും നൂറക്ക് ഒരു ഉരുള പോലും ഭക്ഷണം ഇറങ്ങിയില്ല. മോളെ, കഴിക്കാതിരുന്നാൽ ശരീരമാണ് തളരുക. വേണ്ടുമ്മ, എനിക്ക് വിശപ്പില്ല. ഉമ്മയുടെ കണ്ണുകളും നിറഞ്ഞു. എൻ്റെ മകൻ്റെ മനസ്സിങ്ങനെ കല്ലാകുമെന്ന് ഞാൻ കരുതിയില്ല. ആ രാത്രി വീട്ടിൽ നിശബ്ദതയായിരുന്നു. ഘടികാരം പതിയെ 12ലേക്ക് നീങ്ങി. ഉമ്മ കട്ടിലിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നൂറ് പതിവ് പോലെ പായയിൽ കിടന്നു. പക്ഷേ ഉറക്കം അവളുടെ കണ്ണുകളെ തൊട്ടില്ല. ദിൽഷാദിൻ്റെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. അവൾ എനിക്ക് വേണ്ട, ഇറങ്ങിപ്പോകട്ടെ. എൻ്റെ ഭാര്യ എന്ന സ്ഥാനമേ അവൾക്കില്ലേ? എത്ര വട്ടം ഞാൻ പറഞ്ഞതാ? നാണമില്ലല്ലോ. നാണമില്ലാതെ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇവിടെ വന്ന് നിൽക്കാൻ തീരെ ഒരു ബുദ്ധിയില്ലല്ലോ. ഇങ്ങനെയുണ്ടാവുമോ പെൺകുട്ടികൾ? കണ്ണുനീർ തലയാണ് നനച്ചു. അപ്പോഴാണ് അവൾ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ആ ഒരു ഫോൺ, അതെ, ആ നമ്പർ അതിലേക്ക് സേവ് ചെയ്യണം. എങ്ങനെയൊക്കെയോ ഒളിപ്പിച്ചാണ് അവൾ ഷാഹുലിൻ്റെ നമ്പർ സേവ് ചെയ്തത്. എത്ര നേരം ആ നമ്പറിലേക്ക് നോക്കിയിരുന്നു എന്ന് അവൾക്ക് തന്നെ അറിയുന്നില്ല. വിളിക്കണോ വിളിക്കാതിരിക്കണോ? ഒടുവിൽ അവൾ വിറയുന്ന ശബ്ദത്തോടെ പതുക്കെ ആ ഫോൺ എടുത്തു. നൂറ വിതുമ്പുന്ന മനസ്സോടെ ഷാഹുലിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുവാൻ വേണ്ടി നിന്നു. പക്ഷേ ഭയമായിരുന്നു. അതെ, ഉമ്മ ഉറങ്ങിയോ? ഇനി എൻ്റെ ഫോണിൽ വെളിച്ചം കണ്ട അതും പ്രശ്നമാവോ? അറിയുന്നില്ല. ഒടുവിൽ അവൾ ധൈര്യം കണ്ടെത്തി. ഷാഹുലിൻ്റെ നമ്പർ തുറന്നു. വിറയുന്ന വിരലുകൾ കൊണ്ട് ഒരു ചെറിയ മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഹായ് ഷാഹുക്ക, ഉറങ്ങിയോ? അയച്ചിട്ട് ഒരു 10 സെക്കൻഡ് പോലും കഴിഞ്ഞില്ല. ഫോൺ വിറച്ചു. ഷാഹുൽ. നൂറയാണോ? നൂറ, എന്നെ മനസ്സിലായോ? പിന്നെങ്ങനെ ഈ സമയത്ത് എനിക്ക് ആരാ മെസ്സേജ് അയക്കാൻ? നൂറ, നിൻ്റെ അവസ്ഥ എന്താ? ആ സന്ദേശം വായിച്ചപ്പോൾ തന്നെ നൂറയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ മറുപടി ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അക്ഷരങ്ങളൊന്നും വരാതെ കണ്ണുനീർ മാത്രം വീണു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഷാഹുൽ തന്നെ വീണ്ടും മെസ്സേജ് അയച്ചു. ഞാനൊന്ന് വിളിച്ചോട്ടെ? അല്ലോ, അത് വേണ്ട. അതെന്താ വേണ്ട? എന്താ കുട്ടി നീ ഇങ്ങനെ? നിൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് എന്നോട് തുറന്നു പറയോ? അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വിളിക്കുകയാണ്. അങ്ങനെ അവൻ വിളിച്ചു. ഒരു നിമിഷം അവൾ ഫോൺ സൈലൻറ്റിലിട്ട് നേരെ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് പോയി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഉമ്മ ഉണർന്നാൽ അതൊരു പ്രശ്നമായി തീരും. നൂറ പതുക്കെ ഫോൺ എടുത്തു. ഹലോ. ശബ്ദം കേട്ടു മാത്രം ഷാഹുലിനെ എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. നൂറ. അവൾ ഒന്നും പറഞ്ഞില്ല. കരയുകയാണോ? നിശബ്ദം. പറയൂ, അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്? നീ ഓക്കെ ആണോ? നൂറയുടെ തൊണ്ടയിടറി. സുഖമാണ്. ഷാഹുൽ ചെറുതായി ശ്വാസമെടുത്തു. നിന്നെ ഞാൻ എപ്പോൾ കാണുമ്പോഴും നീ ഇത് തന്നെയാണല്ലോ പറയാറുള്ളത്. നിനക്ക് സങ്കടം ഉണ്ടാവാറില്ലേ? എന്നും സന്തോഷം മാത്രമാണോ? എന്നാൽ ആ വാക്ക് കേട്ടപ്പോൾ നൂറയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ പൊട്ടിക്കരഞ്ഞു. ഷാഹുക്ക, എൻ്റെ ജീവിതം. കരയണ്ട, ആദ്യം ശാന്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? കുറച്ചു നേരം കഴിഞ്ഞാണ് അവൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഇക്ക, ഇന്ന് ഉമ്മ ചായ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചായ എടുത്ത് കൊടുത്തു.
പക്ഷെ ദിൽഷാദ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗ്ലാസ് തട്ടി തെറിപ്പിച്ചു. അതാണുണ്ടായത്, അല്ലാതെ ഞാൻ ഒരിക്കൽ പോലും. ഷാഹുലിൻ്റെ ശബ്ദം കടുത്തു. എന്ത്? അവൻ പറഞ്ഞു. അവൻ അത്രക്ക് ദ്രോഹിയാണല്ലേ? അവനക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നോക്കി നിന്നു. എനിക്ക് നിലത്തേക്ക്, ആരുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. നിന്റെ കൈ പൊള്ളിയോ നൂറ? നൂറ തൻ്റെ കയ്യിലേക്ക് നോക്കി. ചെറുതായിട്ട് അതെ, കരിവാളിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല. ഷാഹുൽ ആശ്വാസം വിട്ടെങ്കിലും ശബ്ദത്തിലെ ദേഷ്യം കുറഞ്ഞില്ല. അള്ളാഹുവേ, ഇത്രയും ക്രൂരനാണോ അവന്? നൂറ മിണ്ടാതെ കരഞ്ഞു. ഇത് സാധാരണ വഴക്കല്ല നൂറേ. ഒരാൾ അപമാനിക്കുന്നതും ഇങ്ങനെ പെരുമാറുന്നതും തെറ്റാണ്. വേണ്ട ഷാഹുക്ക, ആരോടൊന്നും പറയരുത്. എന്തുകൊണ്ട്? പ്രശ്നം വലുതാവും. ഇപ്പോൾ ഉള്ള പ്രശ്നമല്ലേ? നൂറയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. ഷാഹുൽ ശാന്തമായി ചോദിച്ചു, നീ സന്തോഷവതിയാണോ? കുറച്ചു നേരം കഴിഞ്ഞ് അവൾ പറഞ്ഞു. അവൾ കരഞ്ഞു. എന്താ, ഒന്നും പറയാനല്ലേ? അല്ല. അവൻ നിന്നോട് നല്ലൊരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലെങ്കിലും നിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല ഷാഹുക്ക. മരുന്ന് കഴിച്ചോ, അല്ലെങ്കിൽ വേദനയുണ്ടോ, കൈ പൊള്ളിയോ എന്ന് ചോദിച്ചോ? ഒന്നുമില്ല. ഓരോ ഇല്ലയും ഷാഹുലിൻ്റെ ഹൃദയത്തിൽ മുറിവായി. നൂറ, നിനക്ക് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേറെ എവിടേക്ക് പോകാനാണ്. നിന്റെ ഉപ്പയോട് പറയൂ. അവൾ കൈപ്പോടെ ചിരിച്ചു. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഷാഹുക്ക. എന്തുകൊണ്ട്? ഉപ്പയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കണം എന്നൊരു വിശ്വാസമാണ്. ഞാൻ തിരിച്ചു പോയാൽ എന്നെ സ്വീകരിക്കില്ല. ഷാഹുൽ മിണ്ടാതിരുന്നു. അവൾ തുടർന്നു. ഷാഹുക്ക, എൻ്റെ അസുഖം മറച്ചു വെച്ചത് ഞാനല്ല. എനിക്കൊരു അസുഖമില്ല. എന്ത് ചെയ്യുക? അപ്പോഴത്തെ ആ ഭക്ഷണം, ദാഹം കൊണ്ട്, വിശപ്പ് കൊണ്ട് ഞാൻ തല കറങ്ങി വീണ് പോയതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ദിൽഷാദിനോട് എന്താണ് എന്നോട് ഇത്ര വെറുപ്പ് എനിക്കറിയുന്നില്ല. കല്യാണ ദിവസം മുതൽ തന്നെ ഞാൻ ബോധം കെട്ട് വീണത് മുതൽ അവൻ്റെ മനസ്സിൽ ഞാനൊരു ഭാരമായി. അവളുടെ ശബ്ദം വിങ്ങി. എന്നെ നോക്കുമ്പോൾ പോലും അവന് ദേഷ്യമാണ്. ഉമ്മ മാത്രമാണ് എന്നെ മനുഷ്യനായി കാണുന്നത്. ഷാഹുൽ പതുക്കെ ചോദിച്ചു, നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവൾ ഉടനെ മറുപടി പറഞ്ഞില്ല. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം ഒരു ദിവസം മാറുമെന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ കേട്ട് ഷാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ ഇപ്പോഴും അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാ നിസ്കാരത്തിന് ശേഷവും. അവൻ നിന്നെ കരയിച്ചിട്ടും? അതെ. ഷാഹുൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, നൂറ, നീ ഒരു കാര്യം ഓർക്കണം. നിന്റെ വില നിന്റെ കണ്ണീരിൻ്റെ അളവ് കൊണ്ടല്ല. നിന്നെ ബഹുമാനത്തോടെ കാണേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. നീ അനുഭവിക്കുന്ന വേദനയും ചെറുതല്ല. നൂറ വീണ്ടും കരഞ്ഞു. എനിക്ക് ആരോടും പകയില്ല ഷാഹുക്ക. എനിക്ക് ഒരു സമാധാനമുള്ള ദിവസം മാത്രം മതി. നീ ഒറ്റയ്ക്കല്ല. ഷാഹുൽ മൃദുവായി പറഞ്ഞു. സംസാരിക്കാൻ തോന്നുമ്പോൾ എന്നെ വിളിക്കാം. പക്ഷെ ഒരു കാര്യം വാക്ക് തരണം. എന്ത്? നിനക്കൊരിക്കലെങ്കിലും നിന്റെ ജീവൻ അപകടമുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് മറച്ചു വെക്കരുത്. ഉടൻ വിശ്വസിക്കാവുന്ന ആളുകളെ അറിയിക്കണം. ഉമ്മയോടോ വീട്ടിലെ മുതിർന്നവരോടോ ആവശ്യമായാൽ നിയമസഹായം തേടുവാനും മറക്കരുത്. നൂറ പതുക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ആ രാത്രി അവർ കുറച്ചുകൂടി നേരം സംസാരിച്ചു. വാക്കുകളേക്കാൾ സംസാരിച്ചത് നിശബ്ദതയായിരുന്നു. ഒരു വശത്ത് തകർന്നു പോകുന്ന മനസ്സുമായി നൂറയും, മറുവശത്ത് ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായതയിൽ ഷാഹുലും. ഇരുവരുടെയും പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു, ഈ ജീവിതം ഇനി എങ്ങോട്ട്? ഇതിന് ഒരർത്ഥമില്ലേ എന്നുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ഷാഹുലിനറിയില്ലായിരുന്നു അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന്. എങ്കിലും അവൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന, റബ്ബേ, ആ പെണ്ണിനെ അവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നായിരുന്നു. എന്നാൽ അവർ ഫോൺ കട്ടായിട്ടില്ല. അപ്പോഴേക്കും ഉമ്മ ഉണർന്നു. നൂറ, മോളെ, നൂറ, മോളെ, ആ ലൈറ്റൊന്നും ഇട്ടാ മോളെ. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഉമ്മ എന്തോ ദുസ്വപ്നം കണ്ടോ? എനിക്കറിയുന്നില്ല. നൂറ, ഉമ്മ ലൈറ്റ് ഇട്ടു. മോളെ നൂറ,
ഉമ്മ വിളിക്കുന്ന ശബ്ദം അടുക്കളയുടെ ഭാഗത്തേക്ക് കേൾക്കുന്നു. നൂറ. പെട്ടെന്ന് അതെ ഉമ്മ വിളിക്കുന്നുണ്ട്, പോയി നോക്കട്ടെ. ആ ഉമ്മ. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. മോളെ നീ എവിടെ പോയതായിരുന്നു? ഉമ്മ ഞാൻ ബാത്റൂമിൽ. ഓ എന്നാലും ഞാൻ എത്ര വിളിച്ചു മോളെ. അല്ല മോൾക്ക് എന്ത് പറ്റി? മോള് എന്തിനാ അങ്ങോട്ട് പോയത്? ഇവിടെ ഡൈനിങ് ഹാളിൽ ബാത്റൂം ഉണ്ടല്ലോ, നീ അങ്ങോട്ട് പുറത്തേക്ക് പോയോ? എൻ്റെ പൊന്നാര കുട്ടിയെ, ജി വേണ്ടാത്തിനൊന്നും നിൽക്കല്ലേ, പുറത്തേക്കൊന്നും പോവല്ലേ കേട്ടോ, ഇവിടെ അകത്ത് ബാത്റൂം ഉണ്ടല്ലോ. എന്താ ഇപ്പം ചെയ്യുക കുട്ടിയെ? അങ്ങനെ പുറത്തേക്കൊന്നും. ഉമ്മ ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല, ഞാൻ കിച്ചൻ്റെ അവിടെ. ഓ എന്തായാലും ഞാൻ പേടിച്ചോയി. പൊന്നാര കുട്ടിയെ പേടിപ്പിക്കല്ലേ, അല്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ല. വേഗം ഇവിടെ വന്ന് കിടന്ന. റബ്ബേ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എൻ്റെ നേരക്കേക്കാരും ഓൻ ചാടുക. ദിൽഷാദിൻ്റെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓനെ വെറുത്ത് പോയിക്കണം എനിക്ക്, ഓരോ പെണ്ണുങ്ങളോട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട്. എന്തൊരു ഇടങ്ങാറാക്കലാണിത് കുട്ടി. മോളെ നൂറ ഇവിടെ വന്ന് കിടന്നോ, ജി ഇടങ്ങാറാകല്ലേ. എന്തിനാ മോളെ അങ്ങോട്ട് നീച്ച് പോവല്ലോ. എന്നാൽ അവൾ പതുക്കെ ഫോൺ അതാ ഡ്രസ്സിനുള്ളിലാക്കി. പഠിച്ചോനെ, അല്ലാ എന്തെങ്കിലും അറിഞ്ഞോ, കണ്ടുപിടിച്ചോ, എന്തോ അറിയില്ല. അവൾ ആ നിലത്തെ പായൽ കിടന്നു, പുതപ്പ് തലയിലൂടെ ഇട്ടു. എന്നാലും അല്പം ഒരു ആശ്വാസം തോന്നി. കാരണം ഷാഹുലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഏതായാലും ഷാഹുൽ ലൈവായിട്ട് കണ്ടതാണ് ആ കാഴ്ചയൊക്കെ. റബ്ബേ, അവൻ പറയുന്നത് ഉപ്പയെ അറിയിച്ചൂടെന്നു. ഉപ്പയെ എങ്ങനെ അറിയിക്കാനാ? മോളെ നീ എന്താ ഉറങ്ങുന്നില്ലേ? പിന്നെ മോളെ ഞാനാകെ ബേജാറായിപ്പോയി. കാരണം ഞാനാണ് മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. കാരണം ദിൽഷാദിന് തീരെ താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. മോളെ എന്തിനാ പുറത്തേക്കൊന്നും പോകരുതിട്ടോ, എനിക്ക് പേടിയാണ്, കയ്യും കാലം കുഴയാണ് മോളെ ആലോചിച്ചിട്ട്. അനക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്നൊക്കെ പെട്ടെന്ന് കാണാനില്ലാതെ കഴിഞ്ഞാൽ ഞാൻ എന്ത് സമാധാനം പറയും? നിൻ്റെ ബാപ്പൊക്കെ കുറച്ച് സ്ട്രോങ് ഉള്ള ആളൊക്കെ തന്നെയല്ലേ. ഉമ്മ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഉമ്മ. എന്നാൽ സാലമോൾ ഉറങ്ങിക്കട്ടോ. അല്ലാ സമാധാനായി റബ്ബേ. അങ്ങനെ ഏതാ ആ രാത്രി അവൾ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. എന്നാൽ പിറ്റേന്ന് രാവിലെ അതാ വീട്ടിലേക്ക് പണിക്കാർ വരുന്നുണ്ട്. ഉമ്മ പതിവ് പോലെ ചായയും കടിയും എല്ലാം ഉണ്ടാക്കി. എന്നാൽ നൂറയെ വിളിച്ചു. നൂറ മോളെ, ഇന്ന് മോളെ ഈ ചായയും കടി ഒന്നിന് കൊണ്ടായി കൊടുത്താളാ, അവിടെ സിറ്റ് ഔട്ട് കണ്ട് വെച്ചാളാ, എൻ്റെ ഓലെന്ന് വിളിച്ചോ. അവൾക്ക് ഭയം തോന്നി. അതെ ഷാഹുലുണ്ട് അതിൽ. ഒരു പക്ഷേ ഷാഹുലിനോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ദിൽഷാദൊക്കെ എന്നെ തല്ലിക്കൊല്ലും. തൽക്കാലം അറിയാത്ത പോലെ നിൽക്കുക. ഉമ്മ എനിക്ക് ഇന്നലെ തന്നെ ഉമ്മ കണ്ടില്ലേ എന്നെ എത്ര തല്ലി. ഉമ്മ ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം ഭക്ഷണമൊക്കെ. ഉമ്മ കൊണ്ടുപോയി കൊടുത്തു. എന്താ മോളെ ഓൻ എന്താ അങ്ങനെ തല്ലാനേ? ഓൻ പറഞ്ഞല്ലേ ഈ ഓൻ്റെ ഭാര്യ ഇല്ല എന്നുള്ളത്. പിന്നെ ഇപ്പം എന്തിനാ എന്തെങ്ങനെ പേടിച്ചിക്കണ്ട ഒരു ആവശ്യമില്ലേ? ആ പിന്നെ പേടിച്ച് നിൽക്കല്ലേ. അങ്ങനെ ഓൻ തന്നെ മതിയല്ലോ. എന്നാ അത് മോളാണ്ട് വെച്ചെടുത്തുട്ടാ. അതിനെന്താ? അല്ല പിന്നെ ഓളെ പിന്നെന്താ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. എന്നാൽ ഉമ്മയും അല്പം ദേഷ്യത്തിലായിരുന്നു. എന്നാൽ അതാ ചായയും കടിയുമെല്ലാം അവൾ സിറ്റ് ഔട്ടിൽ വെച്ചു. മോളെ ആ പണിക്കാരൻ നിന്ന് വിളിച്ചാളാ. എന്നാൽ ദിൽഷാദ് അത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു, കോണിപ്പടികൾ കയറിക്കൊണ്ട്. ഓ ഉമ്മ മരുമക്കളെ സൽക്കരിപ്പിക്കായിരിക്കും അല്ലേ? എടാ അറ്റങ്ങൾ 6 മണിക്ക് വരുന്നാലാണ്, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വരുന്നോലാണോ ഓല്. എൻ്റെ മാതിരി 8 മണി 10 മണി അവളം കിടന്നിറങ്ങണോലല്ല ഓല്, മനസ്സിലായല്ലോ? ഒന്നും തിന്നാതെയും കുടിക്കാതെ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഓല്. 4 ചെറിയ ആൺകുട്ടികളാണ്, വേറെ വലിയ തന്താരൊന്നും അതിലില്ല, ഒക്കെ ചെക്കന്മാരനാണ്. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടണം ഓല്. നിൻ്റെ പോലെ തന്നെ ഓഫീസും പൈസയും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഓഹോ അങ്ങനെ. അമ്മായിയും മരോളും കൂടി നല്ലോണം തീറ്റി പോറ്റിക്കൊള്ളി കണ്ണി കണ്ട പണിക്കാർക്കൊക്കെ. അല്ല പിന്നെ അവൻ ചായ ഒന്നും കുടിക്കാതെയാണ് ദിൽഷാദ് അന്ന് ഓഫീസിലേക്ക് പോകുന്നത്. എടാ നീ എങ്ങോട്ട് തെറ്റിപ്പോകണത്? നിങ്ങൾക്ക് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, കൊടുത്തോളൂ അങ്ങോട്ട് വയറ് നിറച്ച്. അല്ല പിന്നെ ദിൽഷാദേ, ഈ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോവല്ലേ. ഈ വീട് പണിയെടുക്കണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലാതെ കരാറ് കൊടുത്ത് അറ്റങ്ങളെ ഇടങ്ങാറാക്കാൻ നിന്നെക്കൊണ്ടാവില്ല. അത് ഇനിയിപ്പോൾ കരാറ് കൊടുത്താലും ഇല്ലെങ്കിലും തന്നെ ഭക്ഷണം ഞാൻ കൊടുക്കും. അതെ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് മക്കള്. മോളെ നൂറ, എന്നാ മോളെ കുറച്ചും കൂടി ചായ കൊണ്ട് വെച്ചെടുത്താൽ അവർക്ക് വയറ് നിറച്ച് കഴിക്കട്ടെ. ദിൽഷാദ് കേൾക്കെ തന്നെയാണ് ഉമ്മ അത് പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ ദിൽഷാദ് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ഒരു നൂറയും എന്താന്നില്ലേ ഉമ്മാക്ക് പറ്റൊരെണ്ണത്തിന് കിട്ടിയിക്കണ് ആ ഒരു അസുഖക്കാരി. എന്നാൽ ഉമ്മ പറഞ്ഞു, ദിൽഷാദ് ഈ എൻ്റെ പണിയൊക്കെ പോയിക്കോ, ഞാനാണ് ഇവളവിടെ കൊണ്ടുവന്നത്, ഞാൻ ഇവളവിടെ കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ ഞാൻ നോക്കും, ഇജ് ഇതിൽ ഇടപെടുന്നെ വേണ്ട, ഇജ് വേണമെങ്കിൽ അവളെ ഡൈവേഴ്സ് ചെയ്തോ, എൻ്റെ ഒരു ഇതും വേണ്ട അവൾക്ക്. ഡൈവേഴ്സ് അവൾക്ക് പറ്റിയ പണി ഞാൻ കൊടുക്കുന്നുണ്ട്, കരുതിക്കോളി തള്ളി മോളും കൂടെ.
ദിൽഷാദെ അനാവശ്യം പറയണ്ട, നല്ല മട്ടത്തിൽ പോയിക്കോ ജി, വൈക്കുമ്മലാണ് ഇനി പോണത്. ഉമ്മാനങ്ങനെ കുറേ വിരായി പറഞ്ഞ് പോകാൻ നടക്കണ്ട. ഇവിടെ ഈ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, വീടിൻ്റെ കാര്യം ഒന്നും വെച്ച് നോക്കണില്ലല്ലോ, ഒക്കെ ഞാൻ തന്നെ അല്ലേ. ഓൻ ആ ഒരു ചിന്തയൊന്നുമില്ലേ, ഓൻ എന്താന്നില്ലേ ഓൻ്റെ കാട്ടിക്കൂട്ടിൽ. എടി നൂറ, എന്നാ ഈ കറി കുറച്ചും കൂടെ കൊണ്ടുപോയി പറഞ്ഞെടുത്താ. ശരിക്കും നൂറേ ഉമ്മ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ഉമ്മാക്ക് ഒരിക്കലും അറിയുന്നില്ല അത് ഷാഹുൽ എന്ന് പേരുള്ള ആ പണിക്കാരൻ നൂറയുടെ ആദ്യത്തെ സ്നേഹിതനായിരുന്നു എന്നുള്ളത്. എന്തൊക്കെ തന്നെ നൂറക്കും തന്നെ ഉമ്മ ധൈര്യം തരുമ്പോൾ ഒരു സമാധാനമായി. ഇടയ്ക്കിടെ തൻ്റെ പ്രിയപ്പെട്ട ഷാഹുലിനെ കാണുവാനും അവൾക്കൊരു ചാൻസായി തുടങ്ങി. എന്നാൽ ദിൽഷാദ് ഇതൊന്നും അറിയുന്നില്ല. അവന് സത്യം പറഞ്ഞാൽ ഒരു കുരങ്ങു സ്വഭാവമാണ് മൊത്തത്തിൽ. എന്നാൽ ഉമ്മ പറഞ്ഞു, മോളെ എന്ത് ഓൻ കാട്ടുകയാണെങ്കിലും എന്നോട് ഈ പറഞ്ഞോ, ഓനക്കുള്ള മറുപടി ഞാൻ കൊടുത്തോണ്ട്. ഓന് എന്താന്ന് ഒരു പെണ്ണിനെ മാനമര്യാദ നോക്കാൻ ഓനെക്കൊണ്ട് കഴിയൂല. തെറ്റും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ വലിയ ഉഷാറാണ്. പണിക്കാർ ചായകുടിയെല്ലാം കഴിഞ്ഞ് വീണ്ടും പണി തുടങ്ങി. എന്നാൽ സിറ്റ് ഔട്ടിൽ അവളൊന്ന് തുടക്കുവാൻ വേണ്ടി വന്നപ്പോൾ അതാ അവിടെ ഒരു ഫോണ്. പെട്ടെന്ന് അവൾ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അതിൽ തെളിഞ്ഞു വന്നത് മറ്റൊന്നുമല്ലായിരുന്നു, അത് ഷാഹുൽ ഒരു ജേഴ്സി ഇട്ട് നിൽക്കുന്ന ഫോട്ടോ. ഒരു നിമിഷം അവൾക്ക് മനസ്സിലായി, ഉമ്മ നോക്കി ഒരു പണിക്കാരൻ്റെ ഫോൺ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് മോളെ, അവൻ നണ്ട് കാട്ടി കൊടുത്താളാ, ആരെങ്കിലൊക്കെ വിളിക്കുവയ്ക്കും, ആണ്ട് കൊണ്ടേ കൊടുത്താളാ മോളെ. ഒരു നിമിഷം അതാ അവൾക്ക് ഭയം തോന്നി. എന്നാലും അവൾ അങ്ങോട്ട് പോയി. ഷാഹുൽ താഴെയാണ്, മറ്റു 3 പണിക്കാർ മുകളിലത്തെ റൂമിലുമാണ്. എന്നാൽ അവൾ ആ ഫോണുമായി അതാ അവൻ്റെ അരികിലേക്ക്. ഷാഹുൽക്കാ, ഇത് ഫോണ്. നൂറ ഒന്നിങ്ങ് വന്നേ നീ. അവളതാ ആ പണി തീരാത്ത വീടിനകത്തേക്ക് കയറി. അതെ, അവളും ഷാഹുലും മാത്രമായിരുന്നു അപ്പോൾ ആ റൂമിനകത്ത്. ഒരു നിമിഷം ഷാഹുൽ നൂറയുടെ മുഖത്തേക്ക് നോക്കി, അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കി. അവളുടെ മനോഹരമായ ആ ഒരു കണ്ണുകളിൽ ഭയവും സ്നേഹവും പേടിയും എല്ലാം കൂടിയായിരുന്നു മൊത്തത്തിൽ. നൂറ, അവൻ വിളിച്ചു. ഒരു നിമിഷം അവൾ വിളി കേട്ടു, ഷാഹുൽക്ക. നൂറ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്നോട് കേട്ടോ. ഇക്ക, അത് പിന്നെ രാത്രി ഫോണൊന്നും വേണ്ട കേട്ടോ, അത് ഉമ്മ കണ്ടാലേ പ്രശ്നമായിരിക്കും. സാരല്ല, ഞാൻ നോക്കട്ടെ. നൂറ, നിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അറിയുന്നു, നിൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഞാൻ അറിയുന്നു. ഇതിനൊരു പരിഹാരം കാണണം, തീർച്ചയായും അതുറപ്പാണ്. ഞാൻ പോട്ടെ, എനിക്ക് പേടിയാവുന്നു, ഉമ്മ വിളിക്കുന്നുണ്ടാകും. ആ പോയിക്കോ. അങ്ങനെ അതാ നൂറ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് തന്നെ ചെന്നു. മോളെ ഫോൺ കൊടുത്തോ? ആ ഉമ്മ കൊടുത്തു. ആ കാരണേ ഒരു വീട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ടാവും, പാവം പണിക്ക് വന്നതല്ലേ, ഇടങ്ങാറുകൊണ്ട് വരികയായിരിക്കും, കഷ്ടപ്പാടുകൊണ്ട് നമ്മൾ പരിഗണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എന്നാൽ ഒരു നിമിഷം അതാ ഷാഹുൽ ആ ജനലിനുള്ളിലൂടെ നൂറയെ നോക്കി. നൂറ മാളികൾക്ക് മുകളിൽ കയറിയിരുന്നു. അവൾ ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അത് ഇക്കയുടെ ഡ്രസ്സ്, അത് അലക്കണം, അത് അലക്കി ഉണക്കി അയൺ ചെയ്യണം, അതൊക്കെയാണ് അവളുടെ ഡ്യൂട്ടി. എന്നാൽ അതാ ആ കണ്ണുകൾ അവൾ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുടെയുമല്ല, ഷാഹുലിൻ്റെ ആ കണ്ണുകൾ നൂറയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നൂറ മോളെ, നിന്നെ രക്ഷിക്കുമടി, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും, അത് ഷാഹുലിൻ്റെ വാക്കാണ്. അവൻ മനസ്സിൽ പറഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.